സംസ്ഥാനത്ത് ഇന്നും കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ കടലാക്രമണമുണ്ടായത്. തിരുവനന്തപുരത്തെ വിവിധ തീരദേശ മേഖലകളിൽ വീടുകളിൽ നിന്ന് പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. അപകടത്തിൽപ്പെട്ട 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. അടുത്തേം പിടിച്ചളിയ അതും പിടിച്ചളിയ ആറില്ലായിരുന്നു വെള്ളത്തിന്റെ അടിയിലായിട്ട് മേടിക്കുക ഒന്ന് മറ്റേ ഒന്നും ചെയ്യല്ല ഏട്ടാ. തൃശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിലുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. 45 ലക്ഷം രൂപ വില വരുന്ന വല കടൽക്ഷോഭത്തിൽ നശിച്ചതായും 3 വള്ളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ദേശീയതല വാർത്തകളിലേക്ക് പോകുമ്പോൾ പാർട്ടി അക്കൌണ്ടിൽ നിന്നും 135 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. കോൺഗ്രസ് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹ് അടക്കം ഉള്ളവരാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ അടക്കം പേരിലാണ് 103 കോടി പിഴയും പലിശയും അടക്കം 135 കോടി പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാകേഷാണ് ചേരുന്നത്. രാകേഷ്, ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. കാരണം ആദായ നികുതി വകുപ്പിന്റെ നടപടി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിസന്ധിയിലാക്കുന്നു പാർട്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതായത് അക്കൗണ്ട് മരവിപ്പിക്കുന്നു, ഒപ്പം തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം പിടിച്ചെടുത്തു. മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസും ഇപ്പോൾ പലതവണയായി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതുവരെ 3567 കോടി രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച നോട്ടീസ് പ്രകാരം 1745 കോടി രൂപ അടക്കണമെന്നാണ്, പിഴയും പലിശയും അടക്കം 1745 കോടി രൂപ അടക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും 135 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത നടപടിക്കെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് 103 കോടി രൂപ പിഴയും പലിശയും വരുമ്പോൾ 135 കോടി രൂപ അടയ്ക്കണം. 2018-19 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിൻ്റെ പേരിലാണ് ഈ നടപടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായില്ല. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. അവിടെ നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല, സ്റ്റേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി വിഷയത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു. ഇൻകം ടാക്സ് ഓഫീസുകൾക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധം നടന്നിരുന്നത്. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി പറയുന്ന തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏതായാലും ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതാണ്. മറ്റൊന്ന്, മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സാധ്യതകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് BJP ഈ രാജി ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം രാജിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയും അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയുണ്ടായല്ലോ. അശ്വതി, 2 തവണയായി 10 ദിവസമാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം 6 ദിവസം, പിന്നീട് കസ്റ്റഡി കാലാവധി നീട്ടി നൽകി 4 ദിവസം. ഏതായാലും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ
എന്തായിരിക്കും ഇ ഡി? ഒരുപക്ഷെ ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത നിലവിലില്ല. നേരത്തെ കെ കവിതയുടെ കേസിലും 2 തവണ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു, അതിനുശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷെ CBI കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിൽ നേരത്തെ നടപടികൾ തുടങ്ങിയത് CBI ആണ്. കേജ്രിവാളിനെ 1 തവണ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ CBI എന്തായിരിക്കും ഇന്ന് കോടതിയിൽ പറയുക എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ സ്വാഭാവികമായും തിഹാർ ജയിലിൽ കേജ്രിവാൾ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ എടുക്കുന്ന നിലപാട് ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതായത് ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നു. അപ്പോൾ രാഷ്ട്രപതി ഭരണം അടക്കമുള്ള നിലയിലേക്ക് കേജ്രിവാൾ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം അടക്കമുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് അറിയേണ്ട വിഷയമാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിക്കുന്നത് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്നാണ്. ഇന്നലെ സുനിത കേജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ റാലിയിലും രാംലീല മൈതാനിൽ നടന്ന റാലിയിലും സമാനമായ പരാമർശമാണ് നടത്തിയത്. അവിടെ കൂടിയിരുന്ന പ്രവർത്തകരോട് ചോദിച്ചത് കേജ്രിവാൾ രാജിവെക്കേണ്ടതുണ്ട് എന്നായിരുന്നു. അവരുടെ മറുപടി ആവശ്യമില്ല എന്നായിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും 2 മണിയോടുകൂടിയായിരിക്കും കേജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി ഒരു ആശ്വാസ വാർത്തയിലേക്കാണ് പോകുന്നത്. റഷ്യൻ യുദ്ധഭൂമിയിൽ അകപ്പെട്ട തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ ഡൽഹിയിലെത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. വ്യാജ റിക്രൂട്ട്മെന്റ് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘത്തിന് വിവരങ്ങൾ കൈമാറിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, എന്തായാലും ആശ്വാസമാണ്, പ്രിൻസ് സെബാസ്റ്റ്യനും ഡൽഹിയിലെത്തിയിരിക്കുന്നു. എപ്പോഴാകും നാട്ടിലേക്ക് തിരിക്കുക? എന്തൊക്കെയാണ് അവിടെ നടപടിക്രമങ്ങളുള്ളത്? അശ്വതി, ഇന്ന് പുലർച്ചെ 3:45-നാണ് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രിൻസ് സെബാസ്റ്റ്യൻ റഷ്യയിൽ നിന്ന് എത്തിയത്. നമുക്കറിയാം, ഈ യുദ്ധഭൂമിയിൽ വെച്ച് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു പ്രിൻസ്. അതുകൊണ്ട് തന്നെ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അടിയന്തരമായി പ്രിൻസിനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നുള്ള നിർദ്ദേശം വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ കോൺസുലേറ്റിനെ കൈമാറിയത്. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ റഷ്യൻ സേനയുമായൊക്കെ ബന്ധപ്പെട്ട് അടിയന്തരമായി പ്രിൻസിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. പുലർച്ചെ ഡൽഹിയിലെത്തിയ പ്രിൻസിൽ നിന്ന് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന CBIയുടെ പ്രത്യേക സംഘം കാര്യങ്ങൾ ചോദിച്ചറിയും. ഈ കൃത്യമായി ഈ റഷ്യയിലേക്ക് എത്തിച്ച ഏജന്റിനെ സംബന്ധിച്ചും കുടുങ്ങിക്കിടക്കുന്ന മറ്റ് ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പ്രിൻസിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷമായിരിക്കും പ്രിൻസിനെ തിരികെ തിരുവനന്തപുരത്തേക്ക് അയക്കുക. എന്തായാലും പ്രിൻസിന്റെ വരവ് കാത്ത പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് 5 തെങ്ങെന്ന കടലോര ഗ്രാമം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വായ്പാ പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി ഉത്തരവ് വരികയാണ്. സുപ്രീംകോടതി കേരളത്തിന്റെ ആവശ്യത്തിൽ എന്ത് തീരുമാനം പറയുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. വായ്പ എടുക്കാവുന്ന പരിധി വെട്ടിക്കുറച്ചത് മൂലം സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും കോടതി ഇടപെടണമെന്നുമാണ് കേരളത്തിന്റെ ഹർജിയിലുള്ളത്. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് സംസ്ഥാനം കോടതിയെ അറിയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് പ്രതീക്ഷിക്കാമോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അശ്വതി, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. ഇടക്കാല ഉത്തരവാണ് ഇത് സംബന്ധിച്ച് ഇന്ന് സുപ്രീം കോടതി ഇറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ അധികമായി 10,000 കോടി രൂപ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിൽ, ഈ ഇടക്കാല ഹർജിയിൽ കേരളം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക കാലയളവിൽ ഏകദേശം 21,000 കോടിയോളം രൂപ വെട്ടിക്കുറച്ചു ഇത്തരത്തിൽ ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇതേ തുടർന്ന് പലതവണ, അതായത് 2 തവണയാണ് കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ ചർച്ച നടത്തണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഈ ഒരു അനുനയ ചർച്ചയിലേക്ക് വരാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടക്കാല ഉത്തരവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ വാദം ഇക്കാര്യത്തിൽ പൂർണ്ണമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ 5,000 കോടി രൂപ നേരത്തെ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പെൻഷൻ അടക്കം നൽകുന്നതിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കൂടുതൽ പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി 10,000 കോടി രൂപ ലഭ്യമാക്കണം. അതിന് അധിക വായ്പ എടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുള്ളൂ. അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പണം ലഭിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഒരു സഹായം എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഇന്ന് ഉണ്ടാകുമെന്നുള്ള
പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും കേരളം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 10,000 കോടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി അത്തരത്തിലൊരു കാര്യം അത് ഒരു സാധ്യത മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ നിരവധി തവണ ചർച്ച നടത്തിയപ്പോഴും കേന്ദ്രം മുന്നോട്ട് വെച്ച കാര്യമുണ്ടായിരുന്നു. കേരളത്തിന് നൽകാവുന്ന കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഇന്നു മുതലുള്ള അങ്ങോട്ടുള്ള സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം നൽകാനുള്ള വിഹിതം അതിൽ നിന്ന് കടമായിട്ട് തുക നൽകാമെന്നുള്ളൊരു കാര്യം നേരത്തെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുകൂല നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചാൽ അത് ഈ വർഷം ലഭിക്കാവുന്ന തുകയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടും. അത് വലിയ രീതിയിൽ പിന്നീട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് പകരമായി അധിക കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്നത്തെ ഈ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഇറക്കുക. എന്തായാലും രാവിലെ 10:30 ഈ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരും. ശരി മിഥുൻ. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതിയും ഫീസ് വർധനകളും നിലവിൽ വന്നു. കോടതിയിൽ കേസിന് പോകാനും ഇനി ചെലവ് കൂടും. KSEBയുടെ ഡ്യൂട്ടിയും മദ്യത്തിന്റെ ഗാലനേജ് ഫീസും ഉയരുമെങ്കിലും വൈദ്യുതി നിരക്കും മദ്യവിലയും തൽക്കാലം കൂടില്ല. ഈ സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും കൊടുത്തു തീർക്കാനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 1067 കോടി രൂപ അധികമായി സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Co-presented by Berger Paints, 100 years of trust. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 25 ദിവസങ്ങളാണുള്ളത്. ഇതുവരെ 35 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇന്ന് കൂടുതൽ പേർ പത്രിക നൽകും. രാഹുൽ ഗാന്ധി പത്രിക നൽകാനായി നാളെ കഴിഞ്ഞ് വയനാട്ടിലെത്തും. വ്യാഴാഴ്ചയാണ് BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ പത്രിക നൽകുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്രചരണം 2ാം ഘട്ടം പിന്നിടുകയാണ്. മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടി ഇന്ന് വയനാട് മണ്ഡലത്തിലുണ്ട്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, മുഖ്യമന്ത്രിയുടെ പരിപാടിയടക്കം നിരവധി തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പര്യടനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആധിയുണ്ട് എന്ന രീതിയിലുള്ള സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉയർത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക? അശ്വതി, മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമായിരിക്കുന്നത് CAA തന്നെയാണ്, പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ്. അത് സ്ഥാനാർത്ഥികൾ മുതൽ നേതാക്കൾ വരെ ആ ഒരു വിഷയത്തിലാണ്. ഇടത് വലത് ഭേദമില്ലാതെ ആ ഒരു വിഷയത്തിൽ തന്നെയാണ് പ്രചരണം നടക്കുന്നത്. ആദ്യമൊക്കെ വികസന വിഷയങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെയെല്ലാം പ്രചരണത്തിന് നേതാക്കൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം സംസാരിച്ചത് പൗരത്വ നിയമ ഭേദഗതിയും അതേ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും, ഒപ്പം തന്നെ RSSനും കോൺഗ്രസിനുമെതിരെ നിശ്ചിത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നിലപാട്, നയങ്ങൾ ഇതൊക്കെ തന്നെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം മാത്രമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്നത്. ഈ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം ഇനിയുള്ള പ്രസംഗങ്ങളിലും തുടരാനുള്ള സാധ്യത ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്കാണ് വരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ 2 പ്രചരണ യോഗങ്ങളും വയനാട് നിയോജക മണ്ഡലത്തിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം തിരുവമ്പാടിയിലും വയനാടിൻ്റെ ഭാഗമാണ്, നിലമ്പൂരും വണ്ടൂരും വയനാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ 3 അദ്ദേഹത്തിൻ്റെ യോഗങ്ങളും വയനാട്ടിലാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഭാരത് ന്യായ് ചോഡോ യാത്രയ്ക്കിടെ അവസാന സമയത്താണ് ഈ പൗരത്വ നിയമ ഭേദഗതി വരുന്നത്. അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞില്ല എന്ന വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ AICC അധ്യക്ഷൻ ഖാർഗെയും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്ന വിമർശനമാണ് ഒക്കെ ഇടതുപക്ഷം വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതി വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾ, ഇടതുപക്ഷമാണ് ഈ വിഷയങ്ങളിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു മുന്നണി എന്ന സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം BJP വലിയ പ്രതിഷേധവും പരാതിയൊക്കെയായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെതിരെ മുന്നോട്ട് വന്നിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പറയുമ്പോൾ എന്തെല്ലാം തുടർ കാര്യങ്ങളാണ്, പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തു തന്നെയാണെങ്കിലും മലബാറിൽ മുഖ്യമന്ത്രിയുടെ
തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ദിവസം രാഹുൽ ഗാന്ധി എത്തുന്നു, അതിന് പിറ്റേ ദിവസം സ്മൃതി ഇറാനി എത്തുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കൾ മലബാറിൽ വിവിധ ജില്ലകളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം അദ്ദേഹം തെക്കൻ ജില്ലകളിൽ സംസാരിച്ചതുപോലെ ആയിരിക്കില്ല. എന്താണെങ്കിലും മലബാറിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം ഉണ്ടാവുക എന്നുറപ്പാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഒന്ന്, മലബാറിൽ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട്. രണ്ടാമതായിട്ട് വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിശ്ചിത വിമർശനം നടത്തും എന്നുള്ളതും കൂടിയാണ് ഇനി കണ്ടറിയേണ്ടത്. ഇന്നും നാളെയും അദ്ദേഹം മലപ്പുറം ജയിലുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ശരി, എന്തായാലും ഇനി 25 ദിവസങ്ങൾ മാത്രമാണുള്ളത്. CV അനുമോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പര്യടനം തുടരുന്നു. ഇന്ന് വയനാട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ പര്യടനമുള്ളത്. ഒപ്പം രാഹുൽ ഗാന്ധി മറ്റന്നാൾ വയനാട്ടിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രി രാഹുലിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ, എന്തൊക്കെയാകും അവിടുത്തെ പ്രസംഗം എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. അതിലേക്ക് എത്താം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. നാളെയാണ് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, എന്തൊക്കെ കാര്യങ്ങളാണ് തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് തോമസ് ഐസക് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഒപ്പം അദ്ദേഹത്തിന് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED നോട്ടീസും നൽകിയിട്ടുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. ഇത് 7ാമത്തെ തവണയാണ് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ED തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത്. പക്ഷേ ഇതിന് മുൻപ് തന്നെ തോമസ് ഐസക്ക് പരസ്യമായി പറഞ്ഞതാണ് താൻ EDക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന്. ഇതിനു മുൻപ് കോടതിയെ സമീപിച്ചപ്പോഴും വീണ്ടും സമൻസ് അയക്കുന്നത് ഒരു കോടതി ലക്ഷ്യ നടപടിയാണെന്നും തോമസ് ഐസക്ക് പരസ്യമായി തന്നെ EDയെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പ്രധാനമായും ഉന്നയിക്കുക എന്നതാണ് ഒറ്റുനോക്കുന്നത്. തോമസ് ഐസക്കിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇപ്രകാരമാണ്. EDയുടെ നടപടി കോടതിയോടുള്ള അനാദരവാണ്. നിലവിൽ LDF സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തന്റെ ഈ ഒരു EDയുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ താൻ ഹാജരായി കഴിഞ്ഞാൽ അത് തന്റെ പ്രതിച്ഛായയെ ബാധിക്കും. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ അത് തനിക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നത് കാര്യം കൂടി തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള, തന്റെ സ്ഥാനാർത്ഥിത്വത്തെ അട്ടിമറിക്കാനുള്ളൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിയാണ് EDയുടേതെന്നും പ്രധാനമായും തോമസ് ഐസക് ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കിഫ്ബിക്ക് ED ആവശ്യപ്പെട്ട രേഖകളെല്ലാം കിഫ്ബി ഇതിനോടകം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തിനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നതൊരു കാര്യം കൂടിയാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. പക്ഷേ ED പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗത്തിൽ തോമസ് ഐസക്കിന് ഒരു സുപ്രധാനമായ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുടർച്ചയായുള്ള സമൻസ് നൽകുമ്പോൾ പോലും കടുത്ത മുഖം തിരിക്കലാണ് തോമസ് ഐസക് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. EDയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുകൂടി ED കോടതിയിൽ ഹർജിയിൽ പറയുന്നുണ്ട്, കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് തോമസ് ഐസക്കിന് തീരുമാനിക്കാം ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പറയുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിനു മുൻപ് തന്നെ EDയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി അന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത്തരം EDയുടെ ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരാകേണ്ടതാണ്, അതൊരു നിയമ സംവിധാനമാണ്, അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അവരാവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാനും അതോടൊപ്പം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുമുള്ളൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് കോടതി അന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് ഇത്തവണ തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊരു വാദം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ തോമസ് ഐസക്കിനും സർക്കാരിനും അതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തോമസ് ഐസക് EDക്ക് മുന്നിൽ ഹാജരായാൽ അത് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ അതൊരു ആയുധമായി ഉപയോഗിക്കും. അതോടൊപ്പം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും EDയുടെ ചോദ്യം ചെയ്യൽ പലതവണ ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സമൻസിനോടൊക്കെ അദ്ദേഹം മുഖം തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നീടാണ് ED അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. അത്തരത്തിലുള്ള ഒരു നീക്കമാണോ ഇനി EDയുടെ ഭാഗത്തു നിന്നും തോമസ് ഐസക്കിന് നേരെ ഉയരുക എന്നതും ഏറെ നിർണായകമാണ്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം.
കോതമംഗലത്ത് തങ്കളം കാക്കനാട് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോട്ടപ്പടി സ്വദേശികളായ അഭിരാമൻ, ആൽബിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അശോക് ലൈലാൻഡിന്റെ പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പണി പൂർത്തിയാകാത്ത തങ്കളം കാക്കനാട് 4-വരി പാതയിൽ വഴിവിളക്കുകളില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാസർഗോഡ് റാഷിദ് മൗലവി കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട സംഭവം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കാൻ കോൺഗ്രസ്. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയമാണ് പ്രതികളായ RSS പ്രവർത്തകർ രക്ഷപ്പെടുന്നതിനിടയാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. മറ്റ് കേസുകളിൽ വൻ പണം മുടക്കി അഭിഭാഷകരെ നിയോഗിക്കാറുള്ള സർക്കാർ ഈ കേസിൽ ഇത്തരം ഇടപെടൽ നടത്തിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. ഇതിന്റെ തുടർ നടപടി ഇന്ന് തന്നെ ഉണ്ടായേക്കും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇത്തരത്തിൽ ഈ കേസ് മൗലവി വധക്കേസ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി ഉയർത്താൻ തന്നെയാണോ കോൺഗ്രസിന്റെ തീരുമാനം? അത് ഇപ്പോൾ തന്നെ പ്രചാരണ രംഗത്തേക്ക് എത്തിയിട്ടുണ്ടോ? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം അതായത് CPM-ഉം അതുപോലെ UDF ഇത്തരത്തിൽ വലിയ തോതിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണാമായിരുന്നു. ജില്ലയിലെത്തിയ VD സതീശൻ ഇതിൽ പ്രതികരിച്ചത് പ്രോസിക്യൂഷനും പോലീസിനും ഗുരുതര വീഴ്ചയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി വിധി എന്തായാലും ഇത്തരത്തിൽ RSS-ഉം പിണറായി വിജയനും തമ്മിൽ ഊഷ്മള ബന്ധമുണ്ടെന്നും വണ്ടിപ്പെരിയാർ കേസിലും സംഭവിച്ചത് സമാന രീതിയാണെന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഇത്തരത്തിൽ CPM-നെതിരെയും അതുപോലെ തന്നെ CPM ഈ രീതിയിൽ സർക്കാരിനെതിരെയും ഉന്നയിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ശ്രമിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ ഒപ്പം പോലീസിന്റെ പരാജയം എന്ന രീതിയിലുള്ള ഒരു വാദഗതി ഉയർത്തി തെരഞ്ഞെടുപ്പിന് ഈ സംഭവം സജീവമാക്കാൻ തന്നെയാണ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഈ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിദ്വേഷ പ്രസംഗം, വിദ്വേഷമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമന്റ് ഇടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അശ്വതി, ശരി. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം മൂവാറ്റുപുഴ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. സംഭവത്തിനിടെ പ്രതി ഷാഹുൽ അലിയുടെ കൈഞ്ഞരമ്പുകളിൽ മാരകമായി പരിക്കേറ്റിരുന്നു. ഇതോടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അതേസമയം ഷിംനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കേസാണിത്. ആശുപത്രിയിലെത്തിയ ഷിംനയെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തിരുന്നല്ലോ. ഈ അറസ്റ്റ് ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ്? അശ്വതി, ഇന്നലെ ഈ ഷിംനയെ കൊലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഷാഹുലിന്റെയും കയ്യിൽ ഇത്തരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. കൈ ഞരമ്പിലാണ് മുറിവുണ്ടത്. അത് കുറച്ച് ആഴത്തിലുള്ള മുറിവാണ്. അതുകൊണ്ട് തന്നെ ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഹിലിനെ ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റാണ്. ഈ ഒരു ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണം, പെട്ടെന്ന് ഇത്തരത്തിൽ കുത്തിക്കൊലപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല. പ്രതിയിൽ നിന്നും ആ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. എന്തായാലും പ്രതിയുടെ കയ്യിലെ മുറിവാണ് പോലീസിനെ ഈ ഒരു അറസ്റ്റ് വൈകിക്കാൻ കാരണം. കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യവുമുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇതിനു മുൻപും പ്രതി പലതവണ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. യുവതി ജോലി ചെയ്യുന്ന കടയിലെത്തിയും പ്രതി ഭീഷണിപ്പെടുത്തി. അന്ന് മൂവാറ്റുപുഴ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിൽ തുടർ നടപടികൾ ദിനേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഇന്നലെ രാജ്യത്തുണ്ടായ ഒരു സംഭവം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഡൽഹിയിൽ നടന്ന റാലിയാണ് ഞാൻ പറയുന്നത്. അത് BJPക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അതിലുണ്ടായത്. പോലീസ് 20,000 കവിയെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ മൈതാനിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായൊരു മുന്നറിയിപ്പായിട്ടാണ് അത് മാറിയത്. ഇത് BJPക്കുള്ള താക്കീതായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം BJP അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ BJP വേട്ടയാടൽ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ BJP വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ. ഈ മദ്യനയ കേസ്, അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസാണ് വഹിച്ചത്. BJP ഇപ്പോൾ കാണുന്ന ED ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കാണും. ഇതിൽ അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസാണ് പോലീസിന് നൽകുന്നത്. അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ EDക്ക് ആ വഴിയിലൂടെ കടന്നു വരാനായി. അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ, മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന നില ED സ്വീകരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലെ, കെജ്രിവാളിനെ കേസിൽ കൊടുക്കാത്തതിലെ, എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽ പെടുത്തുന്നില്ല? കെജ്രിവാളല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തു. ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു. ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നേരത്തെ
ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായി. ഇന്നലെ ബഹുജൻ റാലിയിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തില്ല. നല്ല കാര്യമാണ്. BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണുണ്ടാകുന്നത്. അശോക് ചവാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ജയിലിൽ പോകാൻ കഴിയില്ല, ഞാൻ BJPയിലേക്ക് പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ വെറും കസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല, പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികൾ അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിൽ ഉണ്ടാകാറുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത്. അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടത്. പക്ഷേ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ്. അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ്. പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. ഇരിക്കട്ടെ, ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിന്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ഇന്നലത്തെ റാലി BJPക്കുള്ള മുന്നറിയിപ്പ് കോൺഗ്രസിനുള്ള ഒരു അനുഭവ പാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത. ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ഗവൺമെന്റ് 10 വർഷമാവുകയാണ്. ഈ 10 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിന്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ്. ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് സംഭവിക്കുന്നത്. മതനിരപേക്ഷത അംഗീകരിക്കാത്ത RSS നേതൃത്വം കൊടുക്കുന്ന BJP അവരാണ് ഭരണം കൈയാളുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. കാരണം RSS ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷത്തേക്ക് 100 വർഷം തികയുകയാണ്. അപ്പോൾ RSSന്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുക, അതാണ്
ഇവിടെ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയായാലും മറ്റ് നടപടികളായാലും എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് നാം കാണും. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നിയമ ഭേദഗതി. ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും? ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉറപ്പാക്കി. അവിടെ പൗരത്വമുള്ള 19 ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അത് മുസ്ലിം മാത്രമല്ല, മുസ്ലിമിനെയാണ് ഇതിലൂടെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടം കണ്ടിട്ട് രാജ്യാകെ കാണരുത്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് രാജ്യത്ത്. ചെറിയ ശതമാനമല്ല. നിങ്ങളെ അച്ഛൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം. നമ്മുടെ ആളുകൾക്ക് തന്നെ, നമ്മളെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണ്. ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടോ? അപ്പോൾ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവർ പുറത്താണ്. അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിൻ്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ, മുസ്ലിമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം. അതിനെക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചാണല്ലോ. അപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ട് രാത്രി ആലോചിച്ച് പറയാന്നില്ലേ പറഞ്ഞു. എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ. എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു? ഇപ്പോഴും പ്രതികരിച്ചു. എന്താണ് അങ്ങനെയുള്ള നിലവിൽ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാടെടുത്തു പോവുക, വർഗീയ നീക്കങ്ങൾ എതിർക്കുക, ഇത് വളരെ പ്രധാനമാണ്. ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. ഞാൻ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതിന് കുറച്ച് വിഷമാവും. നമുക്കൊരു 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാവും. ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഈ രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കുന്ന വയനാട്ടിലടക്കം താങ്കൾ ഇന്ന് പ്രചരണത്തിന് ഇറങ്ങുകയാണ് ആദ്യമായിട്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു അതിന്റെ? ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല കേട്ടോ. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ആശ്ചര്യം. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും. അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത്. നമ്മൾ കാണേണ്ട കാര്യം, ഇവിടെ
രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ശക്തമായ മത്സരം ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റും. അല്ല, BJP നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും. ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. പിന്നെ നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത്. അതായിരുന്നു ആലപ്പുഴ സീറ്റ്. മുന്നണി സമവായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ്. ഇപ്പോൾ 2 സിറ്റിംഗ് MPമാരാണ് കേരളത്തിലുള്ളത്. ഈ 2 സിറ്റിംഗ് MPമാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന 18 പേര്. ഇത് ലോക്സഭയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? നമ്മുടെ നാടിന്റെ അനുഭവമില്ലേ? ഇപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ. അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിംഗ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ? അവിടെ എന്തെങ്കിലും റോൾ പറയാമോ ഈ കാര്യത്തിൽ? രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജയെ കാണാനുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിന്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് BJPയെ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ശക്തമായി ഈ നിലയുമായി മുന്നോട്ട് പോകും. ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യേകിച്ചും സർക്കാർ പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അതിലെന്താണ് സർക്കാരിന്റെ നിലപാട്? അപ്പീൽ പോകുന്നു പറഞ്ഞു, പക്ഷേ വസ്തുത എന്താണ്? അതൊരു ഗൗരവമായ
പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ 2017 മാർച്ച് 20 അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയ ചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ കേസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അതിന്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസൻ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത്. നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിലിടപെടൽ നടന്നത്. ഈ സംഭവം നടന്ന് 96 മണിക്കൂറുകൾ തികയും മുൻപ് 23/3/17 മുഖ്യമന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേന്ദ്ര നടപടികൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേരത്തെ കാണിക്കണമായിരുന്നുവെന്നും ഇരട്ടത്താപ്പ് പാടില്ല എന്നുമുള്ള വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തി രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. എന്തായാലും വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.